ഹലോ മൈ ഡിയർ CMA CAT സ്റ്റുഡൻസ്. നമ്മളിന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CMA CAT ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 2ൻ്റെ ജൂൺ 25 കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 1ൻ്റെ QP ഡിസ്കഷൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 2. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 2, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 1-നേക്കാളും ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 2 കുറച്ച് ടഫ് എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഓക്കെ, പ്രതീക്ഷിക്കാത്ത ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന്. ശരി തന്നെയാണ്, പക്ഷേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. നമ്മൾ സ്റ്റഡി മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻ അതുപോലെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്ട്രാ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ ആ ഏരിയ പ്രതീക്ഷിച്ചിട്ടില്ല. അത്രയുള്ള സംഭവം നമ്മൾ നോക്കാത്ത ഏരിയയിൽ നിന്ന് ആണ് ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ചോദിച്ചേക്കുന്നത്. ഫുൾ കുറച്ച് തിയറി ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അത് ഏതൊക്കെ ടോപ്പിക്സ് ആണ്, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ കൂടുതൽ വന്നിരിക്കുന്നത്, വെയിറ്റേജ് കൂടുതൽ ഏത് ചാപ്റ്റർ ആയിരുന്നു എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യും. ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ മാർക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the bonus is an ex gratia payment made voluntary without any obligation. In India, bonus is governed by the Payment of Bonus Act of Dash. ഓക്കെ, നമുക്കറിയാം ബോണസുമായി ബന്ധപ്പെട്ട എല്ലാം ഇൻഫർമേഷൻ എവിടെയാണ്? പേയ്മെൻറ്റ് ബോണസ് ആക്ടിലാണ്. അത് ഗവൺ ചെയ്ത വർഷം ഏതാണ്? 1965. 1965. അപ്പോൾ ഇത് ഏത് ചാപ്റ്ററാണ്? പേറോൾ അക്കൗണ്ടിൽ വരുന്നതല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം ആൻസർ ശരിയാവും. ജസ്റ്റ് നമുക്ക് നോക്കാം. ഇതിൽ ക്ലിയർ ആയി പറയുന്നുണ്ട് പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട് 1965. ഓക്കെ അല്ലേ, ഇതാണ് സംഭവം. പിന്നെ ഡാഷ് ഇസ് ദ റെമ്യൂണറേഷൻ പെയ്ഡ് ടു വർക്കേഴ്സ് ഫോർ ടൈം സ്പെൻഡ് ഡയറക്ട്ലി പ്രൊഡക്ഷൻ യൂണിറ്റ്. നമുക്കൊരു പ്രൊഡക്ഷന് വേണ്ടി ഉണ്ടാകുന്ന എക്സ്പെൻസ് എല്ലാം ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ. അപ്പോൾ അവർക്ക് കൊടുക്കുന്നത് എന്തായിരിക്കും? ഡയറക്റ്റ് വേജസ് ആയിരിക്കും. ഡയറക്റ്റ് വേസിനായിരിക്കും എംപ്ലോയീസിന് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അതും കാണിച്ചു തരാം. കണ്ടോ, ഡയറക്റ്റ് വേസ് എന്ന് പറയുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റ് വേസ് ഇസ് ദ റെമ്യൂണറേഷൻ പെയ്ഡ് ടു വർക്കേഴ്സ്. എന്തിനു വേണ്ടി? ടൈം സ്പെൻഡ് ഡയറക്ട്ലി ഓൺ പ്രൊഡക്ഷൻ യൂണിറ്റ്. പ്രൊഡക്ഷൻ യൂണിറ്റിന് വേണ്ടി സ്പെൻഡ് എക്സ്പെൻസ് കൊടുക്കുന്നത് എന്താണ്? കൊടുക്കുന്ന റെമ്യൂണറേഷൻ ഡയറക്റ്റ് വേജസ് ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ആൻസർ ബി ആണ് എൻ്റെ ആൻസർ. ഓക്കെ, അടുത്തത് അണ്ടർ ഡാഷ് പേയ്മെൻറ്റ് കൺസിസ്റ്റ് 2 പോർഷൻ. ഏത് പേയ്മെൻറ്റ് 2 പോർഷൻ കൺസിസ്റ്റ് ചെയ്യുന്നു? 1 ബേസ്ഡ് റെഗുലർ ടൈം ബേസ്ഡ് പേയ്മെൻറ്റും അതർ ഈസ് ലിങ്ക്ഡ് ടു കോസ്റ്റ് ഓഫ് ലിവിങ് ആൻഡ് മെറിറ്റ് അവാർഡ്. ഓക്കെ, നമുക്ക് കുറേ പേയ്മെൻറ്റ്സ് അറിയാം, പേയ്മെൻറ്റ് മെത്തേഡ് നമുക്കറിയാം. അതിൽ ഏത് പേയ്മെൻറ്റിലാണ് ഈ 2 പോർഷൻ പറയുന്നത് നമുക്ക് നോക്കാം. ഒന്ന് റെഗുലർ ടൈം ബേസ്ഡ് പേയ്മെൻറ്റും അതർ ലിങ്ക്ഡ് ടു കോസ്റ്റ് ലിവിങ് ആൻഡ് മെറിറ്റ് അവാർഡ്സും കൊടുക്കുന്നത് ഏത് പേയ്മെൻറ്റ് ഇതിലാണ്? ഞാൻ പറഞ്ഞത് ഗ്രാജുവേറ്റ് ടൈം റേറ്റിലാണ് പറയുന്നത്. ഓക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ആ പേയ്മെൻറ്റ് മെത്തേഡ് ഇത് തന്നെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. കണ്ടോ, അണ്ടർ ദിസ് മെത്തേഡ്, ഏത് ഗ്രാജുവേറ്റഡ് ടൈം റേറ്റ് മെത്തേഡിലാണ് 2 പോർഷൻ ആയിട്ട് കൊടുക്കുന്നത്. ഒന്ന് 1 ബേസ്ഡ് റെഗുലർ ടൈം ബേസ്ഡ് പേയ്മെൻറ്റും, കണ്ടോ, അതർ ലിങ്ക് ടു കോസ്റ്റ് ഓഫ് ലിവിങ്. എക്സാമ്പിൾ ഡിയർനെസ് അലവൻസ് ഒക്കെ നമ്മൾ കൊടുക്കാറില്ലേ. അപ്പോൾ അതെല്ലാം അങ്ങനത്തെ കൊടുക്കുന്ന പേയ്മെൻറ്റ്സിൽ എവിടെ വരുന്നത്? ഗ്രാജുവേറ്റ് ടൈം റേറ്റിലാണ് വരുന്നത്. ഓക്കെ, അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. പേറോൾ റെഫേഴ്സ് ടു ഏണിങ്സ് ഓഫ് ഓൾ പാർട്ടീസ്. ഓൾ പാർട്ടീസ് വരില്ല. പേറോൾ നമ്മൾ എന്തിനാണ് വേണ്ടിയാണ് ചെയ്യുന്നത്? എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി നമ്മൾ അക്കൗണ്ട് ചെയ്യാൻ നമ്മൾ പേറോൾ ചെയ്യുന്നത്. അപ്പം സപ്ലയർ അതിൽ വരില്ല. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. പേറോൾ സിസ്റ്റം എൻഷുർ പ്രോപ്പർ അക്കൗണ്ടിങ് ഓഫ് സാലറി എക്സ്പെൻസ്. കറക്റ്റാണ്. ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. അപ്പം ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഓക്കെ, സോറി, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ. 1 തെറ്റല്ലേ, 2 ആണ് ശരി. സോറി കേട്ടോ, സ്റ്റേറ്റ്മെൻറ്റ് 2 ആണ് ശരി. ഓക്കെ, അതുകൊണ്ട് അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്ത്? പേറോൾ കോൺസെപ്റ്റ് തന്നെ പറയുന്നുണ്ട് പേറോൾ റെഫേഴ്സ് ടു ഏണിങ്സ് ഓഫ് ദ എംപ്ലോയീസ് ഫോർ ദ പർട്ടിക്കുലർ പീരീഡ് അല്ലെങ്കിൽ മന്ത്. ഓക്കെ, സർവീസ് റെൻഡർ ടു ദ ഓർഗനൈസേഷൻ. അവർ ഓർഗനൈസേഷനിൽ ചെയ്യുന്ന സർവീസിന് അവരെന്ത് ചെയ്യുന്നുണ്ട്? എത്രയാണോ ഏണിങ്സ് അവർ നേടുന്നത് അത് നമ്മൾ അക്കൗണ്ട് ചെയ്യാനാണ് പേറോൾ സിസ്റ്റം ചെയ്യുന്നത്. പിന്നെ എൻഷുർ പ്രോപ്പർ അക്കൗണ്ടിങ് ഓഫ് എ സാലറി എക്സ്പെൻസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. നമ്മൾ എന്ത് ചെയ്യും? ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് സാലറി ക്ലിയർ ആയിട്ട് എൻ്റർ ചെയ്യും. അപ്പം ഏതാണ് ആൻസർ? അതിൽ വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 2 ആണ് ആൻസർ. ഓക്കെ, ഇൻ ഇന്ത്യ ഇൻകം ടാക്സ് ഓഫ് എംപ്ലോയീസ് ഈസ് കാൽക്കുലേറ്റഡ് ഫോർ ദ പീരീഡ്. ഇൻ ഇന്ത്യ ഇൻകം ടാക്സ് ഓഫ് എംപ്ലോയീസ് ഈസ് കാൽക്കുലേറ്റ് ഫോർ ദ പീരീഡ് എപ്പോഴാണ്? ഇന്ത്യ എപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഏപ്രിൽ ടു മാർച്ച് ആണ്. ഏപ്രിൽ ടു മാർച്ച്. ക്ലിയർ? അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും ഞാൻ കാണിച്ചു തരാം. ഇൻ ഇന്ത്യ കണ്ടോ, ദ ഇൻകം ടാക്സ് ഓഫ് ദ എംപ്ലോയീസ് ടു ബി കാൽക്കുലേറ്റ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ ടു മാർച്ച്. ഇത് എന്തിനാണെന്ന് കാണിച്ചു വെച്ചാൽ എല്ലാവരും പറഞ്ഞത് എന്താണ്? ഭയങ്കര ടഫ്. പക്ഷെ നമ്മളിപ്പം ആ സ്റ്റഡി മെറ്റീരിയൽ വായിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. സ്റ്റഡി മെറ്റീരിയൽ വായിച്ചിട്ട് പോരുന്നത് നമുക്കിത് FA2 വളരെ ഈസിയാണ്. 50 മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റും. ഇത് ഫുള്ള് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവും എങ്ങനെയാണ് ഇത് ട്രാക്ക് ചെയ്യേണ്ടതെന്ന്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 2 എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാവും. ഓക്കെ, അടുത്ത 5. വാട്ട് ഈസ് ദ ഡ്യൂ ഡേറ്റ് ഫോർ മന്ത്ലി റെമിറ്റൻസ് ഓഫ് ESI? ESI മന്ത്ലി റെമിറ്റൻസ് ഡ്യൂ ഡേറ്റ് എപ്പോഴാണ്?
15th ഓഫ് സബ്സിക്വൻറ്റ് മന്താണ്. 15th ഓഫ് സബ്സിക്വൻറ്റ് മന്താണ്. കുറേ എല്ലാത്തിൻ്റെ ഡ്യൂ ഡേറ്റ്സ് പറഞ്ഞൊരു ഏരിയ ഉണ്ട് കണ്ടോ. TDSൻ്റെ എപ്പോഴാണ്, പ്രൊവിഡൻറ്റ് ഫണ്ട് അപ്പോൾ ഈ നമുക്ക് ചോദിച്ചത് ESIയുടെ ആണ്. ESIയുടെ എപ്പോഴാണ് 15th ഓഫ് സബ്സിക്വൻറ്റ് മന്താണ്. 15th ഓഫ് സബ്സിക്വൻറ്റ് മന്ത്. അപ്പോൾ ആൻസർ സി ആണ് ആൻസർ അതിൻ്റെ. അടുത്ത ദ ഡാഷ് ഓഫ് എംപ്ലോയീസ് ഓൾസോ ടേംഡ് ആസ് ടേക്ക് ഹോം പേ. ഏത് പേ ആണ് എംപ്ലോയീസ് കൊടുക്കുന്ന ഏത് പേ ആണ് ടേക്ക് ഹോം പേ എന്നറിയപ്പെടുന്നത്? ഞാൻ പറയുന്നത് നെറ്റ് പേ ആണെന്ന്. ഓക്കെ ആണോ? നെറ്റ് പേ ആണ് നമ്മൾ ടേക്ക് ഹോം പേ എന്നറിയപ്പെടുന്നത്. കണ്ടോ, നെറ്റ് പേ ഇസ് ടേംഡ് ആസ് ടേക്ക് ഹോം പേ ഓഫ് ദ എംപ്ലോയീസ്. അത് നമുക്ക് അങ്ങനെ അറിയപ്പെടും. അപ്പോൾ ആൻസർ എ ആണ് ആൻസർ. നിങ്ങൾ അതൊക്കെ തന്നെയാണ് എഴുതി വെച്ചേക്കുന്നത് വിശ്വസിക്കുന്നു. ഓക്കെ. Normally gratuity shall be paid to an employee who has served as a minimum period of dash years under an employer. ഒരു എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി എംപ്ലോയർ കൊടുക്കണമെങ്കിൽ ആ എംപ്ലോയറിൻ്റെ അണ്ടറിൽ എത്ര നാൾ കഴിയണം, എത്ര നാൾ പണിയെടുക്കണമെന്ന് വെച്ചിരിക്കുന്നത് എത്രയാണ്? 5 years ആണ്. ഓക്കെ. All recoveries such as PF deduction, ESA payable, insurance recoveries payable are shown on dash and it is paid. അതൊക്കെ പേയബിൾ, കൊടുക്കാനുണ്ട്. ഒരു എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ലയബിലിറ്റി ആണ്. അപ്പോൾ ഇതെല്ലാം പേയബിളോടെ കാണിക്കും ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ റെക്കോർഡ്. അപ്പോൾ ഡി ആണ് ആൻസർ. ഓക്കെ. അടുത്ത ഡാഷ് ഇസ് ദ ഗീവൻ ബൈ എംപ്ലോയർ ടു എംപ്ലോയീസ് ടു കോമ്പൻസേറ്റ് അറ്റ് ഹൈ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദ ഹാവിങ് മെട്രോ സിറ്റി. ഈ മെട്രോ സിറ്റി വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് ഹൈ കോസ്റ്റ് ആകത്തില്ലേ, അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു ഒരു അഡീഷണൽ അലവൻസ് ആണ് എന്ത്? സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. ഓക്കെ. അടുത്തത് പർച്ചേസ് ഇനിഷ്യേറ്റഡ് ദ അപ്രൂവൽ ഒന്നില്ല പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിന് മുൻപ് ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ, ഈ 10 ക്വസ്റ്റ്യൻ എവിടുന്നാണ് ചോദിച്ചേക്കുന്നത്? പേറോൾ അക്കൗണ്ടിൽ നിന്നാണ് ഫസ്റ്റ് 10 ക്വസ്റ്റ്യനും ചോദിച്ചേക്കുന്നത്. ഓക്കെ. അപ്പോൾ 10 മാർക്കിലെ ക്വസ്റ്റ്യൻ പേറോൾ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ക്ലിയർ? ഇപ്പോൾ അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പേറോൾ അക്കൗണ്ടിൽ നിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ പാർട്ടീസ് ആർ ഇനിഷ്യേറ്റഡ് വിത്ത് ദ അപ്രൂവൽ ഓഫ്. അപ്പോൾ ആരുടെ ഇനിഷ്യേറ്റീവ് പ്രകാരമാണ് എന്ത് പാർട്ടീസ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോഴ്സ് മാനേജറിനെയാണ്. സ്റ്റോഴ്സ് മാനേജറാണ് പാർട്ടീസ് നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അതായത് ഓൾ പാർട്ടീസ് ഷാൽ ബി ഇനിഷ്യേറ്റഡ് വിത്ത് ദ അപ്രൂവൽ ഓഫ് ആരുടെയാണ്? സ്റ്റോഴ്സ് മാനേജറിനെയാണ്. ഓക്കെ അല്ലേ? സ്റ്റോഴ്സ് മാനേജറിൻ്റെ അപ്രൂവൽ കിട്ടിയാൽ പാർട്ടീസ് നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? ഒരു ചെറിയ ഏരിയ അല്ലേ? ഓക്കെ. ഇൻഡൻറ്റ് ഓഫ് മെറ്റീരിയൽ ഈസ് പ്രിപ്പയർഡ് ബൈ. ഈ ഇൻഡൻറ്റ് ഓഫ് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? ഞാൻ പറയുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. കാണിച്ചു തരാം. അതായത് ഈ മെറ്റീരിയൽ റിക്വസിഷൻ കണ്ടോ, പർച്ചേസ് ഓർ മെറ്റീരിയൽ റിക്വസിഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡൻറ്റ് ഫോർ മെറ്റീരിയൽ. ആ മെറ്റീരിയൽ റിക്വസിഷനെയാണ് ഇൻഡൻറ്റ് ഓഫ് മെറ്റീരിയൽ പറയുന്നത്. ദിസ് ഡോക്യുമെൻ്റ്, ആ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻഡൻറ്റ് ഓഫ് മെറ്റീരിയൽ ഇസ് പ്രിപ്പയർഡ് ബൈ ആരാണ്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഓക്കെ അല്ലേ? ആ മെറ്റീരിയൽ റിക്വസിഷൻ പറഞ്ഞ പേരാണ് ഇൻഡൻറ്റ് ഓഫ് മെറ്റീരിയൽ. ഓക്കെ. ദ ഫോളോയിങ് ഇസ് എ ട്രാൻസ്ഫർ റിലേറ്റഡ് ടു റെസിപ്റ്റ് ഓഫ് മെറ്റീരിയൽ ഇൻ വെയർഹൗസ്. വെയർഹൗസിലേക്ക് മെറ്റീരിയൽ റെസിപ്റ്റ് ചെയ്യുന്ന ബന്ധപ്പെട്ട ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? മെറ്റീരിയൽ റെസിപ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? പർച്ചേസ് ഫ്രം സപ്ലയർ, ഡൈവേർഷൻ ഫ്രം അതർ സ്റ്റോഴ്സ്, ഡെവല്യൂഷൻ ഫ്രം വർക്കേഴ്സ്, ഓൾ ഓഫ് ദ എബോവ്. നമുക്ക് നോക്കാം ഏതാടാ വെയർഹൗസിലേക്ക് മെറ്റീരിയൽ വരുന്ന റിലേറ്റഡ് ഏതാണ്? പർച്ചേസ് ഫ്രം സപ്ലയർ, ഡൈവേർഷൻ ഫ്രം അതർ സ്റ്റോഴ്സ്, ഡെവല്യൂഷൻ ഫ്രം വർക്ക്. അപ്പോൾ ആൻസർ എന്താണ്? ഇത് മൂന്നും മെറ്റീരിയൽ വെയർഹൗസിൽ വരുന്നവർ ബന്ധപ്പെട്ടേ. അപ്പോൾ ആൻസർ ഏതാണ്? കണ്ടോ, ആൻസർ ഓൾ ഓഫ് ദ എബോവ്. ഓക്കെ. നിങ്ങൾക്ക് എന്തിനാണ് ഇത് കാണിച്ചത് വെച്ചാൽ സ്റ്റഡി മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഔട്ട് ഓഫ് സിലബസിന് ചോദിച്ചെന്ന് പറയരുത്. അതിനുവേണ്ടിയാണ് സ്റ്റഡി മെറ്റീരിയലുള്ള സെയിം സാധനം എടുത്ത് കാണിക്കുന്നത്. ഓക്കെ. ഇൻ ദ കണ്ടക്സ്റ്റ് ദ ഇൻവെൻട്രി കൺട്രോൾ, ദ ഫോളോയിങ് ഇസ് ദ മെഷർ ഓഫ് മിനിമം ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മിനിമം ലെവൽ നമുക്കറിയാം കുറേ ലെവൽസ് ഉണ്ട്. മാക്സിമം, മിനിമം, സേഫ്റ്റി ലെവൽ, അങ്ങനെ കുറേ ലെവൽസ് ഉണ്ട്. നമുക്ക് റീ ഓർഡർ ലെവൽ, അങ്ങനെ കുറേ ലെവൽസ് ഉണ്ട്. ആ ലെവൽസ് കാൽക്കുലേറ്റ് ഓരോ ഫോർമുല ഉണ്ട്. അത് ജസ്റ്റ് എഴുതിയാൽ മതി. അത് വെച്ച് നമുക്ക് ആ പ്രോബ്ലം ചെയ്യാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ആ ജസ്റ്റ് എന്താണ് ആ ഫോർമുല ഏതാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. മിനിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുമ്പം റീ ഓർഡർ ലെവലിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന നോർമൽ കൺസംഷനും ആവറേജ് റീ ഓർഡർ പീരീഡ് നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മിനിമം സ്റ്റോക്ക് ലെവൽ കിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? റീ ഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു ആവറേജ് റീ ഓർഡർ പീരീഡ് അല്ലേ? അപ്പോൾ ആൻസർ എ ആണ്. അതിൻ്റെ ആൻസർ എ ആണ്. ഓക്കെ.
In the storekeeper should send the copy of material received report to dash department for payment purpose. സ്റ്റോർ കീപ്പർ ഒരു കോപ്പി നമ്മൾ മെറ്റീരിയൽ റിസീവ് ചെയ്തതിന് കോപ്പി അയച്ചിരുന്നു. എന്തിനു വേണ്ടി? പേയ്മെന്റ് പർപ്പസിന് വേണ്ടി. ആർക്കായിരിക്കും? അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിനായിരിക്കും. അടുത്ത ഡാഷ് ഷോസ് എ കംപ്ലീറ്റ് ലിസ്റ്റ് ഫോർ ഈച്ച് മെറ്റീരിയൽ. ഓക്കെ, കംപ്ലീറ്റ് ലിസ്റ്റ് ക്വാണ്ടിറ്റി ടു ബി എത്ര ഇഷ്യൂ ചെയ്ത് എഗെയിൻസ്റ്റ് ഈച്ച് കമ്പോണന്റ് റിക്വയറിംഗ് ദാറ്റ് മെറ്റീരിയൽസ് ഫോർ പർട്ടിക്കുലർ ജോബ്. എത്ര കമ്പോണന്റ് വേണം, ആ പർട്ടിക്കുലർ ജോബിനെല്ലാം വേണം. അതെല്ലാം കാണി എവിടെയാണ്? ബിൽ ഓഫ് മെറ്റീരിയൽ ആണ്. ഓക്കെ, ബിൽ ഓഫ് മെറ്റീരിയൽ ആണ്. ഓക്കെ, കണ്ടോ? ദ ബിൽ ഓഫ് മെറ്റീരിയൽ ഈസ് ദ ഡോക്യുമെന്റ്. എന്തിനാണ് അതെന്താ ഷോ ചെയ്യുന്നത്? ലിസ്റ്റിംഗ് ഈച്ച് മെറ്റീരിയൽ, ക്വാണ്ടിറ്റി ടു ബി ഇഷ്യൂഡ്, ഈച്ച് കമ്പോണന്റ് റിക്വയർ ഫോർ എ പർട്ടിക്കുലർ ജോബ്. ഇതെല്ലാം കാണിക്കുന്നത് ഏതാണ്? ബിൽ ഓഫ് മെറ്റീരിയൽ ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ബിൽ ഓഫ് മെറ്റീരിയൽ ആണ്. ഓക്കെ, മെയിൻ്റനൻസ് ഓഫ് സെർട്ടൻ മിനിമം ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് ഈസ് ദ അണ്ടർലൈങ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഒരു പറയാം മിനിമം ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് പറയാണ് സേഫ്റ്റി ആയിട്ട്. ഇത് സേഫ്റ്റി സ്റ്റോക്ക് ആണ്. അതിൽ പറഞ്ഞ പേര് ബേസ് സ്റ്റോക്ക് മെത്തേഡിലാണ് അത് പറയുന്നത്. ഓക്കെ, കണ്ടോ? ബേസ് സ്റ്റോക്ക് മെത്തേഡിലാണ്. അണ്ടർ ദിസ് മെത്തേഡ്, ഈ മെത്തേഡിലാണ് പറയുന്നത് ദ മിനിമം ക്വാണ്ടിറ്റി, അതിനെ വിളിക്കുന്ന പേര് ബേസ് സ്റ്റോക്ക് മെത്തേഡ്. മിനിമം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഇസ് മെയിൻറ്റെയിൻഡ് ഇൻ സ്റ്റോക്കായിട്ട് മിനിമം ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന പറഞ്ഞതാണ് ബേസ് സ്റ്റോക്ക് മെത്തേഡിലാണ്. ഓക്കെ, അല്ലെങ്കിൽ സേഫ്റ്റി സ്റ്റോക്ക്. ആ പേര് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. അതുകൊണ്ടാണ് ആ പേര് മാറ്റി ബേസ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇത് മുൻപത്തെ വർഷങ്ങളിലും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഹൗ ആർ മെറ്റീരിയൽ റിട്ടേൺ ടു സ്റ്റോഴ്സ്? മെറ്റീരിയൽ റിട്ടേൺ ചെയ്തു ആഫ്റ്റർ ബീങ് ഇഷ്യൂഡ് എയർലിയർ. ദ പ്രൊഡക്ഷൻ ഈസ് അക്കൗണ്ടഡ് ഫോർ. അത് എങ്ങനെ അക്കൗണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് കിട്ടിയല്ലോ. അപ്പോൾ എൻ്റർ ദ റെസിപ്റ്റ് കോളത്തിൽ ചെയ്യും. ഏത് പ്രൈസിൽ? ഒറിജിനൽ നമ്മൾ ഇത്ര രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്ത് ആ ഇഷ്യൂ പ്രൈസ് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ റെസിപ്റ്റ് കോളത്തിൽ അക്കൗണ്ട് ചെയ്യും. അപ്പോൾ അത് മെറ്റീരിയൽ തിരിച്ചു വന്നാൽ എൻ്റർ ദ റെസിപ്റ്റ് കോളം ഓഫ് സ്റ്റോഴ്സ് ലെഡ്ജർ ആയിട്ട് ഒറിജിനൽ ഇഷ്യൂ പ്രൈസ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അക്കൗണ്ട് ചെയ്യണം. ഓക്കെ, അതും ഡൗട്ടാണ്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ? വെൻ മെറ്റീരിയൽ ഈസ് റിട്ടേൺ ടു സ്റ്റോർ ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ചോദിച്ചേക്കുന്നത്? ദ റെസിപ്റ്റ് കോളം അറ്റ് പ്രൈസ് എന്താണ്? ഒറിജിനലി ഇഷ്യൂ ചെയ്ത പ്രൈസ് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ക്വസ്റ്റ്യൻ 19. ഡാഷ് ആർ ദ സ്റ്റോഴ്സ് വിച്ച് ആർ ഇൻറ്റൻഡഡ് ടു യൂസ്ഡ് ഓവർ എ പ്രൊലോങ്ഡ് പീരീഡ് ബിഫോർ ബിക്കമിങ് അൺയൂസബിൾ ഓർ ഒബ്സലേറ്റ് ആൻഡ് ഹാവിങ് എ സിഗ്നിഫിക്കൻറ്റ് ഡിസ്പോസൽ വാല്യൂ. നമ്മൾ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ആയി യൂസ് ചെയ്യാൻ പറ്റുന്നതും ഒബ്സലേറ്റ് ആകുമ്പോൾ അതിന് എന്ത് വാല്യൂ ഉണ്ട്? ഡിസ്പോസൽ വാല്യൂ ഉള്ളതുമായ ഏ സ്റ്റോറാണ്? ഓക്കെ, ഏ സ്റ്റോറാണ്? നോൺ കൺസ്യൂമബിൾ സ്റ്റോഴ്സ് ആണ്. അടുത്തത് ദ അക്കൗണ്ട്സ് ഓഫ് ദ സ്റ്റോഴ്സ് ആർ ബേസ്ഡ് ഓൺ ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് that all the material purchased shall be charged to dash in the first instance. ഫസ്റ്റ് മെറ്റീരിയൽ പർച്ചേസ് നമ്മൾ എവിടെ കൊണ്ട് കാണിക്കുന്നത്? സ്റ്റോക്ക് അക്കൗണ്ടിലാണോ സ്റ്റോക്ക് സസ്പെൻസ് അക്കൗണ്ടിലാണോ? നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അല്ല ബാക്കിയുള്ള എന്തായാലും നിങ്ങൾക്ക് അറിയാം. അല്ല കാണിച്ചു തരാം. നോക്കുക. ദ അക്കൗണ്ട് ഓഫ് ദ സ്റ്റോർ ബേസ്ഡ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ദാറ്റ് മെറ്റീരിയൽ പർച്ചേസ്ഡ് ഷാൽ ബി ചാർജ് ടു സസ്പെൻസ് അക്കൗണ്ട് സ്റ്റോക്ക്. അപ്പോൾ ഏതിലാണ് ഫസ്റ്റ് നമ്മൾ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് സസ്പെൻസ് അക്കൗണ്ടിലാണ് ഫസ്റ്റ് നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും. ഈ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ പേറോൾ അക്കൗണ്ടിങ് ആണെങ്കിൽ രണ്ടാമത്തെ ചാപ്റ്റർ ഏതാണ്? സ്റ്റോർ അക്കൗണ്ടിങ് അല്ലേ? അപ്പോൾ അടുത്ത 11 തൊട്ട് 20 വരെ ഏത് ചാപ്റ്റർ ഏതാണ്? സ്റ്റോർ അക്കൗണ്ടിങ് ചാപ്റ്ററാണ് എക്സാം ചോദിച്ചേക്കുന്നത്. അപ്പോൾ 10 മാർക്ക് പേറോൾ അക്കൗണ്ടിങ്ങിൽ നിന്നും ബാക്കി 10 മാർക്ക് സ്റ്റോർ അക്കൗണ്ടിൽ നിന്നുമാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ അല്ലേ? 10 20 മാർക്ക് ആയില്ലേ? മനസ്സിലാണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് 10 മാർക്ക്. അപ്പോൾ ഈ ഒരു പാറ്റേൺ വെച്ച് നെക്സ്റ്റ് ഇയർ വരും പറയാൻ പറ്റൂല. പക്ഷെ ഇപ്പോൾ ചോദിച്ചിരുന്നത് 10 മാർക്ക് പേറോൾ അക്കൗണ്ടിൽ ചോദിച്ചിട്ടുണ്ട്, ബാക്കി 10 മാർക്ക് സ്റ്റോർ അക്കൗണ്ടിൽ നിന്നും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ദ ടേം അക്രൂവൽ ഡിനോട്ട്സ്. ഓക്കെ, അക്രൂവൽ വെച്ച് ഉദ്ദേശിക്കുന്നത് സംതിങ് ദാറ്റ് ബിക്കം ഡ്യൂ, ദ പെയ്ഡ് ഇൻ അഡ്വാൻസ് അതൊന്നുമല്ല. ദ പേബിൾ ഇൻ ദ ഫ്യൂച്ചർ, ദ ഓൾറെഡി ബീൻ പെയ്ഡ് അല്ല, കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ കിട്ടാനുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്? ബിക്കം ഡ്യൂ ആണ് പറയുന്നത് കേട്ടോ. സംതിങ് ദാറ്റ് ബിക്കം ഡ്യൂ. അപ്പോൾ അക്രൂവൽ ഡിനോട്ട്സ് സംതിങ് ദാറ്റ് ബിക്കം ഡ്യൂ. അപ്പോൾ എ ആണ് ആൻസർ. ഓക്കെ, ദ ടേം റവന്യൂ റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് ഇൻകം ഏൺഡ് ഫ്രം ബിസിനസ് ത്രൂ ഇറ്റ്സ് ഡാഷ് ആക്ടിവിറ്റി. കോറാണോ അലൈഡ് ആണോ? കോർ ആൻഡ് അലൈഡ് ആണോ? ഇൻസിഡൻ്റ് ആണോ? ഞാൻ പറയണത് എന്താണ്? കോർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റി ആണ്.
കാണിച്ചു തരാം. കോർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ 22 എന്ന് പറയുമ്പോൾ കണ്ടോ, വാട്ട് യു മീൻ ബൈ റവന്യൂ? ദ ടേം റവന്യൂ means income. It is the amount of income earned from the business through its core and allied activity. കണ്ടോ, core and allied activity. ക്ലിയർ അല്ലേ? ഓക്കെ. ദ സെയിൽസ് ഡേ ബുക്ക്, നമ്മൾ സെയിൽസ് ഡേ ബുക്ക് എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത് ചോദിച്ചാൽ എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത്? സെയിൽസ് ഡേ ബുക്ക് എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ ക്രെഡിറ്റ് സെയിൽസോ ഗുഡ്സ് റെക്കോർഡ് ചെയ്യാനാണ് സെയിൽസ് ഡേ ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സെയിൽസ് ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഫോളോ ഇതിപ്പോൾ കുറേ ആയി. ദ ക്യാഷ് മെമ്മോ ഇസ് ഇഷ്യൂഡ് ടു കസ്റ്റമർ വെൻ എവർ ക്യാഷ് സെയിൽ ഇസ് മെയ്ഡ്. നമ്മൾ ശരിയാണ്, ക്യാഷ് മെമ്മോ ഇഷ്യൂ ചെയ്യും, കസ്റ്റമറിന് ക്യാഷ് മെമ്മോ ഇഷ്യൂ ചെയ്യും. വൈൽ റെക്കോർഡിംഗ് ക്യാഷ് സെയിൽ ഇൻ ദ ജേണൽ. ഓക്കെ, നമ്മൾ ക്യാഷ് സെയിൽ ജേണൽ റെക്കോർഡ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് നെസറി ടു റെക്കോർഡ് ദ കസ്റ്റമർ നെയിം. അല്ലേ? നമ്മൾ ക്യാഷ് സെയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽ എന്നല്ലേ? ക്രെഡിറ്റിന് വിൽക്കുമ്പോഴല്ലേ ആർക്കാണോ വിറ്റത് അയാളുടെ പേര് മെൻഷൻ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെപ്റ്ററിൻ്റെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കസ്റ്റമറിൻ്റെ പേര് ക്യാഷ് സെയിൽ ആണെങ്കിൽ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് തന്നെയാണ്? ട്രൂ ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 25. ഇൻ ഓർഡർ ടു ഹെൽപ്പ് റീറ്റെയിലേഴ്സ് ഏൺ എ ബെറ്റർ പ്രോഫിറ്റ്. റീറ്റെയിലേഴ്സിന് ബെറ്റർ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ മാനുഫാക്ചർ ഓഫർ കൊടുക്കണം. എന്ത്? ട്രേഡ് ഡിസ്കൗണ്ട്. ആ സാധനം നമ്മൾ ബൈ ചെയ്യണമെങ്കിൽ അവർ എന്ത് തരണം? ട്രേഡ് ഡിസ്കൗണ്ട് തരണം. ക്യാഷ് ഡിസ്കൗണ്ട് ഒക്കെ പേയ്മെന്റ് കൊടുക്കുമ്പോഴും കിട്ടുമ്പോഴുള്ളതാണ്. ഓക്കെ, അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് ആണ് ആൻസർ. ട്രേഡ് ഡിസ്കൗണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ ഇസ് കറക്റ്റ് റിഗാർഡിംഗ് ദ നെറ്റ് സെയിൽ? നെറ്റ് സെയിൽ കണ്ടുപിടിക്കാനുള്ള കറക്റ്റ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഓക്കെ, നെറ്റ് സെയിൽ ഗ്രോസ് സെയിൽ മൈനസ് സെയിൽസിൽ നിന്ന് എന്തായാലും റിട്ടേൺ ഇൻവേർഡ് കുറയ്ക്കും. റിട്ടേൺ സെയിൽസ് റിട്ടേൺ ആണ്. അപ്പോൾ അടുത്ത് നോക്കിയാൽ റിട്ടേൺ ഔട്ട്വേർഡ് അല്ലേ? ഇത് തെറ്റാ. ഓക്കെ, ക്ലിയർ. നമ്മൾ സെയിൽസ് അലവൻസ് ഒരിക്കലും കൂട്ടി കൊടുക്കത്തില്ല, കുറച്ചിൽ കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ സെയിൽ നടത്തി, ഒരു 100 രൂപയുടെ സാധനം വിറ്റു, അതിനകത്ത് 20 രൂപ സാധനം തിരിച്ചു വന്നു, അലവൻസ് ഒരു 10 രൂപ കൊടുത്തു. അപ്പം അത് കുറയ്ക്കുകയോ ചെയ്യുന്നത്. അപ്പം ഇതും സെയിൽസ് അലവൻസ് കൂട്ടി, അത് തെറ്റല്ലേ? ഇതും കൂട്ടി, തെറ്റല്ലേ? അപ്പം ആൻസർ ഏതാ വരുന്നത്? എ ആണ് വരുന്നത്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഇവിടെ റീറ്റെയിലറിന് ബെറ്റർ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ട്രേഡ് ഡിസ്കൗണ്ട് ആണ് അത്യാവശ്യം. 25 ക്വസ്റ്റ്യൻ 25 ആണ്. മറ്റേ നോക്കിയേ 26 നോക്കിയേ, ഗ്രോസ് സെയിൽ. നമ്മൾ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ സെയിൽസ് അലവൻസ് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? നെറ്റ് സെയിൽ കിട്ടും. കണ്ടോ, ഗ്രോസ് സെയിലിൽ നിന്ന് സെയിൽസ് റിട്ടേണും സെയിൽസ് അലവൻസ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? നെറ്റ് സെയിൽ കിട്ടുന്നത്. ക്ലിയർ? ഓക്കെ. ഇൻ കേസ് ഓഫ് സെയിൽ ത്രൂ ക്രെഡിറ്റ് കാർഡ്, നമ്മൾ സെയിൽ നടത്തുന്ന ക്രെഡിറ്റ് കാർഡ് വഴി നടത്തുന്നത്. The merchant swipes the card in the card machine and the customer authenticates the identity with an എന്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പിൻ അടിച്ചു കൊടുക്കേണ്ടി വരും. പിന്നാണ്. അപ്പോൾ 27 പിന്നാണ്. ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഇസ് ഡെബിറ്റഡ് അണ്ടർ ഡാഷ് ഫോർ ഇവാലുവേറ്റിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് അക്കൗണ്ട് റിസീവബിൾ. ഈ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ഡയറക്റ്റ് എന്താണ്? റൈറ്റ് ഓഫ് ആണ്. കൺഫേം ആയിട്ട് നമുക്ക് കിട്ടത്തില്ല, നമുക്കറിയാം. അപ്പോൾ അത് ഡയറക്റ്റ് റൈറ്റ് ഓഫ് ആണ്. ഡയറക്റ്റ് റൈറ്റ് ഓഫ് മെത്തേഡാണ് അത്. ഡയറക്റ്റ് ബാഡ് ഡെപ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്നത് ഡയറക്റ്റ് റൈറ്റ് ഓഫ് മെത്തേഡിലാണ്. ഓക്കെ, അടുത്ത വെൻ ദ കസ്റ്റമർ. അപ്പോൾ അതിൻ്റെ ആൻസർ എ ആണ് എൻ്റെ ആൻസർ. ഓക്കെ, വെൻ ദ കസ്റ്റമർ എഗ്രി ടു കീപ് ദ അൺഡിസൈറബിൾ പ്രൊഡക്റ്റ്. കസ്റ്റമർ അൺഡിസൈറബിൾ പ്രൊഡക്റ്റ് കീപ്പ് ചെയ്യുകയാണ്. ഇൻസ്റ്റെഡ് ഓഫ് റിട്ടേൺ ബാക്കിന് പകരം അത് കീപ്പ് ചെയ്യുകയാണ്. ഫോർ എ റിഡക്ഷൻ ഇൻ ദ സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കാൻ വേണ്ടി. ദ വാല്യൂ ഓഫ് സച്ച് റിഡക്ഷൻ ഇസ് ഡെബിറ്റഡ് ടു. അതിനൊക്കെ എന്ത് പറയുന്നത്? ഡെബിറ്റ് എന്ത് പറയുന്നത്? സെയിൽസ് അലവൻസ് ആണ്. സെയിൽസ് അലവൻസ് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യണം. സെയിൽസ് അലവൻസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ഓക്കെ, കണ്ടോ? വേറെ കസ്റ്റമർ എഗ്രി ടു കീപ്പ് അൺഡിസൈറബിൾ പ്രൊഡക്റ്റ് ചെയ്യാണ്. എന്തിന് പകരം? റിട്ടേൺ ബാക്കിന് പകരം. ഓക്കെ, റിഡക്ഷൻ സെല്ലിംഗ് പ്രൈസ് ഏത് മെത്തേഡാണ്? സെയിൽസ് അലവൻസ് അക്കൗണ്ട് ആണ്. സെയിൽസ് അലവൻസ്. ക്ലിയർ? ഡാഷ് ഇസ് ദ ബ്രോഡർ ടേം ഡീലിംഗ് വിത്ത് കളക്ഷൻ, ഹാൻഡ്ലിംഗ് പേയ്മെന്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് സർപ്ലസ് ക്യാഷ് ടു ഏൺ ആഡ്വക്കേറ്റ് റിട്ടേൺ. ഇതൊക്കെ ഏത് മാനേജ്മെന്റ് ആണ്? ക്യാഷ് ഫ്ലോട്ട് മാനേജ്മെന്റ്, റിസീവൽ മാനേജ്മെന്റ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. ഞാൻ പറഞ്ഞു ക്യാഷ് മാനേജ്മെന്റ്. ക്യാഷ് മാനേജ്മെന്റിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇമ്പോർട്ടൻസ് ഓഫ് ക്യാഷ് മാനേജ്മെന്റ് ആണ് ബ്രോഡർ ടേം യൂസ്ഡ് എന്തിനു വേണ്ടി? ഡീലിംഗ് വിത്ത് കളക്ഷൻ, ഹാൻഡ്ലിംഗ് ദ പേയ്മെന്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് സർപ്ലസ് ക്യാഷ് ആഡ്വക്കേറ്റ് റിട്ടേൺ.
അപ്പോൾ ഇതിൽ ഏതിലാണ് ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ എയിമാണ് ഇതെല്ലാം. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? എ ആണ് ആൻസർ. അപ്പം ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻ 1 to 10 ക്വസ്റ്റ്യൻ പേറോൾ അക്കൗണ്ടിങ് ഫസ്റ്റ് ചാപ്റ്റർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ത്? സ്റ്റോർ അക്കൗണ്ടിങ്. നമ്മൾ തേർഡ് ചാപ്റ്റർ എന്താണ്? അപ്പം ഫസ്റ്റ് 1 to 10 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് പേറോൾ അക്കൗണ്ടിങ് എന്നായിരുന്നു. അടുത്ത 11 to 20 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റോർ അക്കൗണ്ടിങ്ങിൽ നിന്നാണ്. അടുത്ത 21 to 30 ക്വസ്റ്റ്യൻ പറയുമ്പോഴത്തേക്ക് സെയിൽസ് അക്കൗണ്ടിൽ നിന്നാണ്. കണ്ടോ? അപ്പോൾ ഇതിൽ നിന്ന് 10 10 10 ഇപ്പോൾ ടോട്ടൽ എത്ര മാർക്കായി? 30 മാർക്ക്. ഓരോ ചാപ്റ്റർ ഇപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് 3 ചാപ്റ്ററിൽ നിന്ന് 10 മാർക്ക് വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇത്തവണത്തെ പാറ്റേൺ പോയിരിക്കുന്നത്. അപ്പോൾ അടുത്ത 31 ക്വസ്റ്റ്യൻ എന്തായിരിക്കും? അസറ്റ് അക്കൗണ്ടിങ് ആയിരിക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് റിഫ്ലെക്ട്സ് ഓൾ ദ അസറ്റ് ഓഫ് എ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ. കമ്പനിയുടെ അസറ്റ് ഒക്കെ എവിടെ കാണിക്കുന്നത്? ബാലൻസ് ഷീറ്റിലല്ലേ? ഓക്കെ അല്ലേ? അതിൻ്റെ ആൻസർ ബി ആണ്. ഓക്കെ, ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുള്ളൂ. കമ്പനിയുടെ അസറ്റ് എവിടെ റിഫ്ലക്റ്റ് ആവുന്നത്? ബാലൻസ് ഷീറ്റിലാണ്. ഓക്കെ, ഡാഷ് ഈസ് ആൻ ഐറ്റം ഓഫ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് ഏതാടാ? ട്രേഡ് പേയബിളൊക്കെ എന്താണ്? ലൈബിലിറ്റി ആണ്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പം ലോങ് ടൈം അസറ്റ് ആണ്, ഫിക്സ് അസറ്റ് ആണ്. അപ്പോൾ ഏതാണ്? ട്രേഡ് റിസീവബിൾസ് ആണ്. ട്രേഡ് റിസീവബിൾസ് ആണ് കറണ്ട് അസറ്റ്. വിച്ച് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിൻ്റെ ക്യാരക്ടർ അല്ലാത്ത ഏത്? സ്പെസിഫൈഡ് ഡെലിവറബിൾസ് അതിൻ്റെ ക്യാരക്ടറാണ്. സ്പെസിഫൈഡ് സോഴ്സ് ഓഫ് ഫണ്ടിങ് അതിൻ്റെ ക്യാരക്ടറാണ്. ഇൻഡെഫിനിറ്റ് പ്രോജക്റ്റ് ലൈഫ് ഇത് ക്യാരക്ടർ അല്ല, ഇത് അതിൻ്റെ ക്യാരക്ടർ അല്ല. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അക്വിസിഷൻ ഓഫ് കോസ്റ്റ് മീൻസ് total cost of obtaining the fixed asset and putting it in place and in condition for use. Condition for use. The acquisition cost generally the historical cost or original cost. ഓക്കെ അല്ലേ? ഒരു അക്വിസിഷൻ, ഒരു അസറ്റ് മേടിക്കുന്ന പറയുമ്പോഴത്തേക്ക് അത് കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാകുന്ന എല്ലാ എക്സ്പെൻസും അതിൻ്റെ കോസ്റ്റ് തന്നെയാണ്. അതിന് ഒറിജിനൽ കോസ്റ്റ് എടുക്കത്തുള്ളൂ. അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. അപ്പോൾ സി ആണ് ആൻസർ. ഓക്കെ, ആസ് പെർ റിവൈസ്ഡ് ഷെഡ്യൂൾ 3 of the Companies Act 2013, intangible assets are separately shown in the balance sheet under Schedule 3 Companies Act 2013. Okay, intangible assets are separately balance sheet കാണിക്കണം. ഏത് ഹെഡിലാണ്? നോൺ കറണ്ട് അസറ്റ് ആണ്. നോൺ കറണ്ട് അസറ്റിലാണ് വരുന്നത്. ഓക്കെ, ഇൻടാഞ്ചിബിൾ അസറ്റ് സെപ്പറേറ്റ് കാണിക്കുക ഏതാണ്? നോൺ കറണ്ട് അസറ്റിലാണ്. ഓക്കെ ഓക്കെ, വിശ്വാസമില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആസ് പെർ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? 35 അല്ലേ? 35 കണ്ടോ? ആസ് പെർ ഷെഡ്യൂൾ 3(4) ഓഫ് ദ കമ്പനീസ് ആക്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആർ ഇവിടെ കാണിക്കുന്നത് നോൺ കറണ്ട് അസറ്റിലാണ്. നോൺ കറണ്ട് അസറ്റിലാണ് കാണിക്കുന്നത്. നോൺ കറണ്ട് അസറ്റ്. ഓക്കെ, ദ മിനിമം ഡിപ്രീസിയേഷൻ റേറ്റ് ടു ബി ചാർജ്ഡ് ഓൺ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. The minimum depreciation rate to be charged on the fixed assets are mentioned under dash of the Companies Act 2013. Okay, the minimum rate of charge on fixed asset മേലുള്ള ഒരു മിനിമം ചാർജ് റേറ്റ് ചാർജ് ചെയ്യണമെന്ന് ഏത് കമ്പനീസ് ആക്ടിൻ്റെ എതിരാണ് പറഞ്ഞിരിക്കുന്നത്? ഷെഡ്യൂൾ 2 ആണോ 3 ആണോ 4 ആണോ? നമുക്ക് നോക്കാം. മിനിമം ഡിപ്രീസിയേഷൻ റേറ്റ് ചാർജ് ഓൺ ഫിക്സ്ഡ് അസറ്റ്സ് ആർ മെൻഷൻ ചെയ്തേക്കുന്നത് ഈ കമ്പനീസ് ആക്ടിൻ്റെ ഏത് ഷെഡ്യൂളിലാണെന്ന്. ഓക്കെ, നോക്കിയോ. ദ മിനിമം ആസ് പെർ കമ്പനീസ് ആക്ട് 2013 ദ മിനിമം ഡിപ്രീസിയേഷൻ റേറ്റ് ആർ ചാർജ്ഡ് മെൻഷൻ ചെയ്ത് ഷെഡ്യൂൾ 2ലാണ് പറഞ്ഞത്. ഷെഡ്യൂൾ 2. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഷെഡ്യൂൾ 2 ആണ്. എ ആണ് ആൻസർ. എ ആണ് ആൻസർ. ഇനി അടുത്ത ഗെയിൻ ഓൺ ഡിസ്പോസൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് അക്കൗണ്ടഡ് ഫോർ എവിടെയാണ്? നമുക്കൊരു ഫിക്സഡ് അസറ്റ് വിറ്റു അതിന് ഗെയിൻ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ലോസ് ആണ് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ എവിടെയാണ്? crediting P&L account. Crediting P&L account. D ആണ് ആൻസർ. Which of the following method the amount of depreciation of the asset reduce every year? ഡിപ്രീസിയേഷൻ എമൗണ്ട് എല്ലാ വർഷവും കുറഞ്ഞു വരും, പക്ഷെ റേറ്റ് റിമെയിൻ സെയിം ആണ്. ഇപ്പോൾ ഏത് മെത്തഡാണ് പറയുന്നത്? റിട്ടേൺ ഡൗൺ വാല്യൂ ആണ്. നമുക്കറിയാം സ്ട്രേറ്റ് ലൈൻ മെത്തഡ് ആണെങ്കിൽ എല്ലാ വർഷവും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തഡ് ആണെങ്കിൽ എമൗണ്ട് എല്ലാ വർഷവും കുറഞ്ഞു വരും, പക്ഷെ റേറ്റ് റിമെയിൻ സെയിം ആയിരിക്കും. അപ്പോൾ ആൻസർ ബി ആണ് ആൻസർ. ഓക്കെ, അക്കൗണ്ട് റിസീവബിൾസ്. അക്കൗണ്ട് റിസീവബിൾസ് അറൈസസ് ഔട്ട് ഓഫ്. അക്കൗണ്ട് റിസീവബിൾസ് എപ്പോഴാണ് വരുന്നത്? ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോഴാണ് അക്കൗണ്ട് റിസീവബിൾസ് വരുന്നത്. ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോഴാണ് അക്കൗണ്ട് റിസീവബിൾസ് വരുന്നത്. ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് 1961, അസസിംഗ് ദ ടാക്സ് ലയബിലിറ്റി ഓഫ് ദ കമ്പനി,
ദ കമ്പനി യൂസ് ഡാഷ് ഫോർ കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ. 1961 ടാക്സ് ലയബിലിറ്റി കാൽക്കുലേഷൻ സമയത്ത് അവർ പറഞ്ഞേക്കുന്നത് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഏത് മെത്തേഡ് മതി എന്ന് പറഞ്ഞേക്കുന്നത് വെച്ചാൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. 40ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, കണ്ടോ? ആസ് per companies at 1961 assessing the tax liability of the company has to use return down value method for calculation of depreciation. ഓക്കെ അല്ലേ? അപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ എന്ത് 1 to 10 ക്വസ്റ്റ്യൻ എന്താണ്? പേറോൾ ആണ്. 11 to 20 ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റോർ അക്കൗണ്ടിങ് ആണ്. ആ ചാപ്റ്റർ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ? ചാപ്റ്റർ നമുക്ക് പേറോൾ ആണല്ലോ. പിന്നെ 21 to 30 എന്ന് പറയുമ്പോൾ സെയിൽസ് അക്കൗണ്ടിങ് ആണ്. 31 to 40 എന്ന് പറയുമ്പോൾ അസറ്റ് അക്കൗണ്ടിങ് ആണ്. കണ്ടോ? അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 10, സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് 10, തേർഡ് ചാപ്റ്ററിൽ നിന്ന് 10, ഫോർത്ത് ചാപ്റ്ററിൽ നിന്ന് 10. അപ്പോൾ ലാസ്റ്റ് അക്കൗണ്ടിങ് ഫോർ സ്പെഷ്യൽ ട്രാൻസാക്ഷൻ നമുക്ക് കുറേ ഐറ്റംസ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, കൺസൈൻമെൻറ്റ്, സെയിൽ ഓർ റിട്ടേൺ ബേസിസ്, ജോയിൻറ്റ് വെഞ്ചർ, അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് ലാസ്റ്റ് എത്ര മാർക്ക് ചോദിച്ചാണ്? 10 മാർക്ക് ചോദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇത്തവണത്തെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, വെയിറ്റേജ് ഇങ്ങനെയാണ്. എല്ലാ ചാപ്റ്ററിൽ നിന്നും 10 മാർക്ക്, അല്ല ഒരു ചാപ്റ്റർ കൂടി ഒരു ചാപ്റ്റർ കുറഞ്ഞിട്ടില്ല, സങ്കടപ്പെട്ടിട്ടില്ല. അപ്പോൾ എല്ലാ ചാപ്റ്ററിൽ നിന്നും 10 മാർക്ക് വെച്ചാണ് പോയേക്കുന്നത്. ഓക്കെ, ഇത് തന്നെ കണ്ടിന്യൂ ആകും, അടുത്ത വർഷം ഇങ്ങനെ തന്നെ ആവും, അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 41. ഇൻ മാർച്ച് 1, 2025 ധർമേഷ് ഡ്രോ എ ബിൽ ഓൺ മോഹൻ ഫോർ 1,50,000 ഫോർ 3 months ബില്ലാണ്. അറ്റ് മെച്യൂരിറ്റി മോഹൻ റിക്വസ്റ്റ് ധർമേഷ് അക്സെപ്റ്റ് ക്യാഷ് 50,000 ആൻഡ് എ ബാലൻസ് ഡ്രോ എ ഫ്രഷ് ബില്ല്. അപ്പോൾ ബില്ല് റിന്യൂ ചെയ്യുവാണ്, പുതിയ ബില്ല് 2 മാസത്തേക്ക്. അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ്? 12% ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് വിൽ ബി, എത്രയാണ് ഇൻട്രസ്റ്റ് എമൗണ്ട്? നമുക്കറിയാം 1,50,000 രൂപ കൊടുക്കാനുണ്ട്, കിട്ടാനുണ്ട്. അതിൻ്റെ 50,000 രൂപ കിട്ടി, ബാക്കി 1,00,000 റുപ്പീസ് ആണ് തരാനുള്ള എമൗണ്ട്. 1,00,000 റുപ്പീസ്. ഓക്കെ, ആ 1,00,000ൻ്റെ പുറത്ത് 12% ഇൻട്രസ്റ്റ് ചാർജ് ഇൻറ്റു എത്ര മാസത്തെയാണ്? 2/12 എടുക്കണം. അപ്പോൾ എത്ര കിട്ടും? അപ്പോൾ 2,000 രൂപ ആൻസർ കിട്ടും. 2,000 രൂപയാണ് ആൻസർ. നോക്കാം, 1,00,000 ഇൻറ്റു 12% ഇൻറ്റു 2/12 ചെയ്യുമ്പോൾ 2,000 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഡി ആണ് ആൻസർ. ക്ലിയർ? ഡി ആണ് ആൻസർ. അടുത്തത്, ഇൻ ദ കണ്ടക്സ്റ്റ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബില്ല് സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ. നമ്മൾ ബില്ല് ബാങ്കിൽ കൊടുത്ത് കളക്ട് ചെയ്യാൻ കൊടുത്തു. നമ്മൾക്ക് കുറേ ബില്ലുണ്ടായിരിക്കും, ആ ബില്ലെല്ലാം ബാങ്ക് കളക്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ദ ബില്ല് റീറ്റൈൻഡ് ബൈ ദ ബാങ്ക് ടിൽ മെച്യൂരിറ്റി ആൻഡ് റിയലൈസ്ഡ് ഓൺ ദാറ്റ് ഡേറ്റ്. അതാണോ ബില്ല് റീറ്റൈൻഡ് ബൈ ദ ബാങ്ക് ടിൽ മെച്യൂരിറ്റി ആൻഡ് റിട്ടേൺ ബാക്ക് ടു ദ ക്ലയൻറ്റ്? അതെന്ത് പരിപാടിയാണ്? അപ്പോൾ തെറ്റല്ലേ അത്? നമ്മൾ ബില്ല് ബാങ്കിൽ കളക്ട് ചെയ്യാൻ കൊടുത്തു, അത് റിട്ടേൺ ചെയ്തിട്ട് തിരിച്ച് ക്ലയൻറ്റിനെ തിരിച്ചു കൊടുക്കുകയാണോ? അല്ല. ബില്ല് ഡിസ്കൗണ്ട് ആൻഡ് ക്രെഡിറ്റ് ടു ക്ലയൻറ്റ്സ് അക്കൗണ്ട് ഇമ്മീഡിയറ്റ്ലി. തെറ്റ്. ബില്ല് റീറ്റൈൻഡ് ബൈ ദ ബാങ്ക് ക്രെഡിറ്റ് ടു ക്ലയൻറ്റ്സ് അക്കൗണ്ട്. ഒക്കെ ഓപ്ഷനായിട്ട് വരേണ്ടതേ അല്ല. അപ്പോൾ ആൻസർ ബില്ല് റീറ്റൈൻഡ് ബൈ ദ ബാങ്ക് ടിൽ മെച്യൂരിറ്റി ആൻഡ് റിയലൈസ്ഡ് ഓൺ ദാറ്റ് ഡേറ്റ്. നമ്മൾ ബാങ്കിന് കളക്ട് ചെയ്യാൻ കൊടുക്കുന്നു, ബാങ്ക് അത് കളക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഏതാണ്? എ ആണ് ആൻസർ. ഓക്കെ, അപ്പം ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ വന്നു? 2 ക്വസ്റ്റ്യൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. കാരണം നമുക്കറിയാം ലാസ്റ്റ് ഒരു 4 ചാപ്റ്റർ ഉണ്ടല്ലോ, 4 ചാപ്റ്ററിന് എത്ര ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ കൺസൈൻമെന്റ് ദ ഗുഡ്സ് ആർ ഡിസ്പാച്ച്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് ഗുഡ്സ് വിൽ ദ സോൾഡ് ഓൺ ബിഹാഫ് ആൻഡ് എക്സ്പെൻസ് ആൻഡ് റിസ്ക് ഓഫ്. നമ്മളൊരു ഗുഡ്സ് കൺസൈൻമെന്റ് ബേസിൽ കൺസൈനി കൊടുത്താൽ അതിനുണ്ടാകുന്ന എക്സ്പെൻസും റിസ്ക്കും ആര് ബെയർ ചെയ്യേണ്ടി വരും? കൺസൈനർ ബെയർ ചെയ്യേണ്ടി വരും. കൺസൈനർ ബെയർ ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? കൺസൈനി നമ്മുടെ ഏജന്റ് അല്ലേ? അപ്പോൾ ഏജന്റ് നമ്മൾ ഗുഡ്സ് കൊടുത്താൽ അവനുണ്ടാകുന്ന എക്സ്പെൻസ് ആ റിസ്ക് നമ്മൾ തന്നെ ബെയർ ചെയ്യേണ്ടി വരും. ഓക്കെ, ദ പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ കൺസൈനി. ആരാ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നവരാണ്? കൺസൈനിയാണ് നമ്മുടെ പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണത്. കൺസൈനിയാണ് കൺസൈനി ഫോർ സെൻഡിങ് ടു ദ കൺസൈനർ ഫോർ പ്രൊവൈഡിങ് ഡീറ്റെയിൽസ് ഓഫ് സെയിൽസ് എക്സ്പെൻസ് ആൻഡ് കമ്മീഷൻ ഡ്യൂ ഇസ് കാൾഡ്. അതായത് നമുക്കറിയാം ഫസ്റ്റ് ഗുഡ്സ് കൺസൈനിക്ക് അയക്കും. അപ്പോൾ ഗുഡ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം, എത്ര ഗുഡ്സ് ഉണ്ട്, ഒരു ഗുഡ്സ് എത്ര രൂപയാണ് റേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൺസൈനിക്ക് അയക്കും പ്രൊഫോർമ ഇൻവോയ്സും. അത് വിറ്റിട്ട് എത്ര ഗുഡ്സ് വിറ്റ്, എത്ര രൂപയ്ക്ക് വിറ്റ്, ബാക്കി എത്ര ഗുഡ്സ് ഉണ്ട്, ആ ഡീറ്റെയിൽസ് എല്ലാം കൺസൈന് തിരിച്ചയക്കുന്നുള്ള ഇതിന്റെ പേരെന്താണ്? അക്കൗണ്ട് സെയിലാണ്. അക്കൗണ്ട് സെയിൽ.
അപ്പോൾ അതാണ് ആൻസർ, സി ആണ് ആൻസർ. അടുത്ത, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. വെൻ ഗുഡ്സ് ആർ സെൻഡ് ബൈ ദ കൺസൈനർ ടു കൺസൈനി, അബ്നോർമൽ ലോസ് അറൈസസ്, റിസൾട്ട് ഓഫ് നെഗ്ലിജൻസ് ഓർ ആക്സിഡന്റ് എക്സെട്ര. ഓക്കെ, സംടൈംസ് അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സംടൈംസ് ഇൻഷുറൻസ് കമ്പനി അഡ്മിറ്റ് ദ ക്ലെയിം ഫോർ ദ ഗുഡ്സ് ലോസ്റ്റ് അബ്നോർമലി. ഏതെങ്കിലും പാർട്ട് നമുക്ക് ഒന്നെങ്കിൽ അത് പാർട്ടായിട്ട് കിട്ടും അല്ലെങ്കിൽ ഫുൾ ആയിട്ട് കിട്ടും. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ട്രൂ എന്ന് ചോദിച്ചേക്കുന്നത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 45. ക്വസ്റ്റ്യൻ 40 നോക്കിയോ. അബ്നോർമൽ ലോസ് ഉണ്ടാകുമ്പോൾ, അബ്നോർമൽ ലോസ് എന്നത് ദ റിസൾട്ട് ഓഫ് നെഗ്ലിജൻസ് ഓർ ആക്സിഡന്റ് എക്സെട്ര. ഓക്കെ അല്ലെ, ദെഫ്റ്റോ ഫയറോ എന്ത് വേണമെന്നാവാം. സംടൈംസ് ഇൻഷുറൻസ് കമ്പനി അഡ്മിറ്റ് ദ ക്ലെയിം ഇൻ പാർട്ട് ഓർ ഫുൾ. ഒന്നെങ്കിൽ പാർട്ടായിട്ട് കിട്ടും അല്ലെങ്കിൽ ഫുൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ രണ്ട് സ്റ്റേറ്റ്മെന്റും എന്ത് തന്നെയായിരിക്കും, ട്രൂ ആണ്. അപ്പം ബോത്ത് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. അപ്പോൾ സി ആണ് ആൻസർ, സി ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് ട്രൂ ഇൻ റെസ്പെക്ട് ഓഫ് എ ജോയിന്റ് വെഞ്ചർ. ജോയിന്റ് വെഞ്ചർ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ജോയിന്റ് വെഞ്ചറിൽ വരും. അത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ആ പ്രോജക്റ്റ് അത് എന്താണ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതാണ് ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായാലും എന്തല്ല, ഗോയിങ് കൺസേൺ അല്ല. ദ ടെർമിനൽ ബൈ നേച്ചർ ഡസ് നോട്ട് ഫോളോ അക്രൂവൽ ബേസ്ഡ് അക്കൗണ്ടിങ്. കോ വെഞ്ചേഴ്സ് ഷെയർ ദ പ്രോഫിറ്റ്സ് ഇൻ എഗ്രീഡ് റേഷ്യോ. ഇതെല്ലാം ശരിയാണ്. അപ്പം നോട്ട് ട്രൂ ഏതാണ്, ഇറ്റ്സ് എ ഗോയിങ് കൺസേൺ ആണ് ശരിയാവുന്നത്, ഗോയിങ് കൺസേൺ അല്ല. ഓക്കെ, വെൻ സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ആർ മെയിൻറ്റൈൻഡ് ഫോർ റെക്കോർഡിങ് എന്ത്, ജോയിന്റ് വെഞ്ചർ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഒരു 3 മെത്തേഡ് ഉണ്ട്, 3 രീതി നമുക്ക് റെക്കോർഡ് ചെയ്യണം. അതിൽ ഫോർ പർച്ചേസ് ഓഫ് ഗുഡ്സ് വാങ്ങിച്ചു ഓഫ് ദ വെഞ്ചേഴ്സിന് വേണ്ടി ബൈ എ കോ വെഞ്ചേഴ്സ്, ഡാഷ് വിൽ ബി ഡെബിറ്റഡ്, ഡാഷ് വിൽ ബി ക്രെഡിറ്റഡ്. എവിടെ കൊണ്ട് ഡെബിറ്റ് ചെയ്യും, ഗുഡ്സ് മേടിച്ചത് എവിടെ കൊണ്ട് ഡെബിറ്റ് ചെയ്യും, എവിടെ കൊണ്ട് ക്രെഡിറ്റ് ചെയ്യും. നമ്മൾ ജോയിന്റ് വെഞ്ചർ പഠിച്ച സമയത്ത് നിങ്ങൾക്കറിയാം, അതൊരു ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. മെറ്റീരിയൽ കണ്ടോ, ഇവിടെ പറയുന്നുണ്ട് മെറ്റീരിയൽ പർച്ചേസ്ഡ് ഔട്ട് ഓഫ് ജോയിന്റ് വെഞ്ചർ ഫണ്ട് മേടിക്കുകയാണ്. ഇവിടെ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും, ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്, ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും, ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ബി ആണ് ആൻസർ വരുന്നത്, ബി ആണ് ആൻസർ. അപ്പോൾ ജോയിന്റ് വെഞ്ചറിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചു, 2 ക്വസ്റ്റ്യൻ ജോയിന്റ് വെഞ്ചറിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 2 അല്ല 3 ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ക്ലിയർ. അടുത്തത്, ആദർശ് ആൻഡ് വികാസ് എൻ്റേഡ് ഇൻടു ജോയിന്റ് വെഞ്ചറിലോട്ട് എൻ്റർ ചെയ്തു. ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈക്വലി ആണ്. ആദർശ് പർച്ചേസ്ഡ് 200 കിലോ ഓഫ് റൈസ് അറ്റ് 20 per kg. അപ്പോൾ ആദർശ് ഗുഡ്സ് പർച്ചേസ് ചെയ്തു, എത്രയാണ്, 200 കിലോ വാങ്ങിച്ചു, 1 കിലോയ്ക്ക് എത്ര, 20 രൂപ വെച്ച്. ഓക്കെ, ബ്രോക്കറേജ് കൊടുത്തു 650 രൂപ, അതിനുവേണ്ടി ബ്രോക്കറേജ് കൊടുത്തു. ക്യാരേജ് എത്രയാണ്, ഒരു 350 രൂപ ക്യാരേജ് കൊടുത്തു. വികാസ് സോൾഡ് ചെയ്തു, 90% ഓഫ് ദ ഗുഡ്സ് വികാസ് സോൾഡ് ചെയ്തു. 22 കിലോയ്ക്ക് 90% ഗുഡ്സ്, 1 കിലോയ്ക്ക് 22 വെച്ച് 90 സോൾഡ് ചെയ്തു. ബാലൻസ് റൈസ് ടേക്കൺ ഓവർ ബൈ വികാസ്, ബാലൻസ് റൈസ് വികാസ് എടുത്തുകൊണ്ട് പോയി. കോസ്റ്റ് ലെസ് 20% എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ദ വാല്യൂ ഓഫ് റൈസ് ടേക്കൺ ഓവർ ഈസ്, എത്ര രൂപയുടെ വാല്യൂ ഉള്ള റൈസ് ആണ് അവ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ റൈസ്, അതിന് കോസ്റ്റ് ഉണ്ട്, നമുക്ക് അതിൻ്റെ കോസ്റ്റ് അറിയണം. എത്ര, 200 കിലോയിലെ മേടിച്ചത്, 1 കിലോ 20 അല്ലേ, അപ്പം 4000 രൂപ ആയിട്ടുണ്ട്. പിന്നെ അതിനുവേണ്ടി ബ്രോക്കറേജ് ആയില്ലേ, ഒരു 650 രൂപ ബ്രോക്കറേജ് ആയിട്ടുണ്ട്. ഒരു ക്യാരേജ് ഇൻവേർട്സ് ആയില്ലേ, കൊണ്ടുവരെ ക്യാരേജ് ഇൻവേർഡ് ആയില്ലേ, 350 രൂപ ക്യാരേജിന്. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്, നമുക്ക് 5000 രൂപ ആയിട്ടുണ്ട്. 5000 രൂപ അയക്കുന്നത് 200 കിലോ മേടിക്കാനല്ലേ. അപ്പോൾ കോസ്റ്റ് പെർ കേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് 5000 ആയിട്ടുണ്ട്. ആ 200 കിലോ മേടിക്കാനാണ് നമുക്ക് 5000 ആയത്. അപ്പോൾ 1 കിലോയ്ക്ക് എത്ര രൂപ വെച്ചായിട്ടുണ്ട്, 25 കിലോയാണ്, 25 രൂപയാണ് 1 കിലോയ്ക്ക് അയക്കുന്നത്. 1 കിലോയ്ക്ക് 25 രൂപ ആയിട്ടുണ്ട്. ഇനി 90% റൈസ് സോൾഡ് ബൈ ആര്, വികാസ്. ആ 200 കിലോയിൽ 90% വിറ്റ്, അപ്പം 180 വിറ്റ്. ബാലൻസ് എത്ര ഉണ്ട്, 200ൽ 180 പോയ ബാക്കി 20 കിലോ ഉണ്ട്, ആ 20 കിലോ അവ എടുത്തോണ്ട് പോയെന്നാ പറഞ്ഞത്. കോസ്റ്റ് ഓഫ് ബാലൻസ് റൈസ്, ബാലൻസ് ഉള്ള റൈസിന്റെ കോസ്റ്റ് 20 കിലോ ബാക്കി ഉണ്ടല്ലോ. 1 കിലോക്ക് 25 രൂപ വെച്ചല്ലേ. അപ്പം 20 × 25 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, 500 കിലോ കിട്ടൂലേ, 500 കിട്ടും. അപ്പം 500 ആണ് ടേക്ക് ഓവർ വിചാരിക്കരുത്. ആ 500ൽ നിന്ന് കോസ്റ്റ് ലെസ് 20% അല്ലേ. അപ്പം 500 - 20% ചെയ്യുമ്പോൾ എത്ര കിട്ടും, 400 രൂപ കിട്ടും.
അപ്പോൾ എത്ര സാധനം എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്? 400 കിലോയുടെ സാധനമാണ് അവ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. 400 കിലോ. ഓക്കെ, അടുത്തത് അണ്ടർ സെയിൽ ഓൺ അപ്രൂവൽ ബേസിസ്. ദ ട്രാൻസാക്ഷൻ ആർ ഫ്യൂ. കുറച്ച് ട്രാൻസാക്ഷനേ ഉള്ളൂ. ആൻഡ് ദ കസ്റ്റമർ അക്സെപ്റ്റ് ദ ഗുഡ്സ് കസ്റ്റമർ അക്സെപ്റ്റ് ചെയ്ത്. നമുക്ക് അറിയാം സെയിൽ ഓർ റിട്ടേൺ ബേസിൽ നമ്മൾ സാധനം ഇട്ടുണ്ട്. നമ്മൾ സെയിലിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ പരിപാടി ചെയ്യുന്നത്. സാധനം ചെയ്തിട്ടുണ്ട്. ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ബില്ല് ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ സെയിൽ ഓർ റിട്ടേൺ ബേസിൽ ഡേ ബുക്ക് റെക്കോർഡ് ചെയ്യുമോ, എൻട്രി സെയിൽ ഓർ റിട്ടേൺ ജേണൽ ചെയ്യുമോ, നോ എൻട്രി ആണോ, അതോ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ടു സെയിൽസ് ആണോ? നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു നോ എൻട്രി എന്ന്. അതായത് 49 കണ്ടോ, വെൻ ദർ ആർ ഓൺലി ഫ്യൂ ട്രാൻസാക്ഷൻ അക്കൗണ്ട് സ്റ്റെപ്പ്. ഫ്യൂ ട്രാൻസാക്ഷനെ ഉള്ളെങ്കിൽ എന്ത് ശ്രദ്ധിക്കുക, ഫ്യൂ ട്രാൻസാക്ഷൻ നമുക്ക് കയ്യിലുള്ളൂ. വെൻ ഗുഡ്സ് ആർ ടേക്കൺ അപ്രൂവൽ റിസീവ്ഡ്. റിസീവ് കിട്ടിയ എന്തില്ല? നോ എൻട്രീസ് റിക്വയർഡ്. നോ എൻട്രി ഇല്ല. അപ്പൊ ഇവിടെ ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്യുന്ന അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല? ഗുഡ്സ് കസ്റ്റമർ എന്തില്ല? നോ എൻട്രി. അപ്പൊ നോ എൻട്രി ആണ് ആൻസർ, നോ ജേണൽ എൻട്രി. ഓക്കെ, അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ? അപ്പം സെയിൽ ഓർ റിട്ടേൺ ബേസിൽ അപ്പം നമുക്ക് ഇവിടെ നോക്കാം. അപ്പം നമുക്ക് ഇവിടെ 41ാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിരുന്നു. 2ാമത്തെ ക്വസ്റ്റ്യൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിരുന്നു. അപ്പം 2 മാർക്കിന് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചോദിച്ചിട്ടുണ്ട്, 2 മാർക്ക്. ഓക്കെ, പിന്നെ കൺസൈൻമെന്റിൽ നിന്ന് എത്രയാണ്? 43 കൺസൈൻമെന്റ് ആണ്, 44 കൺസൈൻമെന്റ് ആണ്, 45 എന്തെന്നെ കൺസൈൻമെന്റ് തന്നെ. അപ്പം എത്ര മാർക്ക്? 3 മാർക്ക് കൺസൈൻമെന്റിൽ ചോദിച്ചിട്ടുണ്ട്. 3 മാർക്ക് കൺസൈൻമെന്റ്. ഓക്കെ, 3 ആകെ 4 ചാപ്റ്ററിലേ ഉള്ളൂ. 4 ചാപ്റ്ററേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് അടുത്തത് ജോയിന്റ് വെഞ്ചർ ആണ്. ജോയിന്റ് വെഞ്ചറിൽ എത്ര മാർക്ക് വെച്ചിട്ടുണ്ട്? 1, 2, 3. അപ്പം 3 മാർക്ക് ജോയിന്റ് വെഞ്ചറിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് സെയിൽ ഓർ റിട്ടേൺ ബേസിനല്ലേ, അത് 2 മാർക്ക്. അപ്പം അങ്ങനെ 10 മാർക്ക്. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. 5ാമത്തെ ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് 1. either സെയിൽ ഓർ റിട്ടേൺ ഡേ ബുക്ക്, സെയിൽ ഓർ റിട്ടേൺ ജേണൽ ഈസ് മെയിൻറ്റെയിൻഡ് ഫെയർലി ലാർജ് നമ്പർ ഓഫ് ഗുഡ്സ്. ശരിയാണ്, ലാർജ് നമ്പർ ഓഫ് ഗുഡ്സ് വരും. സെയിൽ ഓൺ റിട്ടേൺ ബേസിലാണ് കസ്റ്റമർ കൊടുക്കുന്നത്. ആൻഡ് ലാർജ് നമ്പർ ഗുഡ്സ് ഉണ്ട്, സെയിൽ റിട്ടേൺ ബേസ് നമ്മൾ റെക്കോർഡ് ചെയ്യും. ആൻഡ് സെപ്പറേറ്റ് സെയിൽ ഓർ റിട്ടേൺ ഡേ ബുക്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ വെൻ ദർ ആർ കൺസിഡറബിൾ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ അണ്ടർ സെയിൽ ഓർ റിട്ടേൺ ബേസിസ്. നമുക്ക് നോക്കാം. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. ഇതിനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഈ 2 സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. ഓക്കെ, ഈ 2 സ്റ്റേറ്റ്മെന്റ് ട്രൂ. അപ്പോൾ ഇവിടെ ആൻസർ ബോത്ത് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ആണ് ആൻസർ. ഓക്കെ, സെയിൽ റിട്ടേൺ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഈ 2 സ്റ്റേറ്റ്മെന്റും ട്രൂ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ സെയിൽ റിട്ടേൺ ബേസ് നിങ്ങൾക്ക് ആ ടോപ്പിക്ക് അറിയാമെങ്കിൽ ഇത് ഈസി ആയിരിക്കും. ഓക്കെ, അപ്പം ഇതിൽ എന്താ പറയുക, അപ്പം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 2, ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 2-ൽ എക്സാം സ്റ്റഡി മെറ്റീരിയൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാതെ വിട്ടുപോയ ആ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രോബ്ലം പ്രതീക്ഷിച്ച് പോയവർക്ക് നല്ല പണി കിട്ടുന്നുണ്ടായിരിക്കും. തിയറി ഏരിയസ് ആണ് കൂടുതൽ ചോദിച്ചത്. പ്രോബ്ലം വളരെ കുറവായിരുന്നു, ഒരു 2 പ്രോബ്ലം കണ്ടേ ഉള്ളായിരുന്നു. ഓക്കെ, തിയറി ഏരിയ നമ്മൾ നോക്കാതെ ഏരിയ ആണ് കൂടുതൽ ചോദിച്ചേക്കുന്നത്. കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ തന്നെയാണോ നിങ്ങൾ മാർക്ക് ചെയ്ത് ജസ്റ്റ് നോക്കുക. ഇതല്ലെങ്കിൽ പോലും കുഴപ്പമില്ല, നമുക്ക് ബാക്കിയുള്ളതിനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. പ്രതീക്ഷയോടെ ഇരിക്കുക. ഓക്കെ, അപ്പം താങ്ക് യു.